ഗുഡ് മോർണിംഗ് ഓൾ. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പൈപ്പ് ലൈനിങ് പ്രോസസ്സറാണ്. അതായത് പ്രോസസ്സറിൽ നമുക്ക് പല വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈപ്പ് ലൈനിങ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് പ്രോസസ്സറിൽ നമുക്ക് അരിത്തമാറ്റിക് സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പൈപ്പ് ലൈനിങ് നമുക്ക് അപ്ലൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ എ എല്ലുവിന് പകരമായിട്ട് ഇവിടെ ഒരു സെഗ്മെൻറ്റ്സ് ഓഫ് എ എല്ലു ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു സീക്വൻസ് ഓഫ് സ്റ്റേജസ് ഇല്ലേ, അതിന് നമുക്ക് ഓരോ സെഗ്മെൻറ്റ്സ് ആക്കി മാറ്റി അപ്പോൾ നമുക്ക് പാരലായിട്ട് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഓരോ സെഗ്മെൻറ്റിലേക്കും കൊടുത്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ പ്രോസസ്സർ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പൈപ്പ് ലൈൻ ചെയ്യാം. അതായത് ഒരു പ്രോസസ്സറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ വേറൊരു പ്രോസസ്സിലേക്ക് ഫീഡ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ 3 വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈപ്പ് ലൈനിങ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നോട്ട് വായിക്കാം. Arithmetic pipelining, the arithmetic logic unit of a computer can be segmented for pipelining operations in various data formats. അപ്പോൾ നമ്മുടെ എ എല്ലുവിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ട്. അത് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് നമ്മളതിനെ എന്ത് ചെയ്യും, പൈപ്പ് ലൈനിങ് പെർഫോം ചെയ്യും. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്ങിൽ ദ എക്സിക്യൂഷൻ ഓഫ് സ്ട്രീം ഓഫ് ഇൻസ്ട്രക്ഷൻസ് ക്യാൻ ബി പൈപ്പ് ലൈൻഡ് ബൈ ഓവർലാപ്പിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് കറണ്ട് ഇൻസ്ട്രക്ഷൻ വിത്ത് ഫെച്ച്, ഡീകോഡ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് സബ്സീക്വൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ച് നടക്കുന്ന സമയത്ത് വേറൊരു ഇൻസ്ട്രക്ഷൻസും വർക്ക് ഔട്ട് ചെയ്യത്തില്ല. നെക്സ്റ്റ് ആ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ തന്നെ ഡീകോഡ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്തായിരിക്കും അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ചിങ്ങിലേക്ക് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻസ്ട്രക്ഷൻസിനകത്ത് നമുക്ക് എന്താ ഒരു സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു പൈപ്പ് ലൈനിങ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ദെൻ പ്രോസസ്സർ പൈപ്പ് ലൈനിങ്. ഹിയർ pipeline processing of the same data streams by a cascade of processors. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ പ്രോസസ്സേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓഫ് ഈച്ച് പ്രോസസ് എ സ്പെസിഫിക് ടാസ്ക്. അതായത് ഓരോ പ്രോസസ്സും ചെയ്യുന്ന എന്തായിരിക്കും, ഡിഫറെൻറ്റ് ടാസ്ക്, സ്പെസിഫിക് ടാസ്ക് ആയിരിക്കും. The data stream passes the first processor with the results stored in memory block, which is also accessible by the second processor. The second processor then passes the refined results to the third and so on. ഇങ്ങനെ നമുക്കിവിടെ ഡിഫറെൻറ്റ് പ്രോസസ്സേഴ്സ് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ സ്പെസിഫിക് ആയിട്ട് ഒരു ടാസ്ക് ചെയ്യും. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോസസ്സർ ആൻഡ് ആ ഒരു ഡേറ്റ അതെന്ത് ചെയ്യും, ഷെയർഡ് ആയിരിക്കും. എന്നിട്ട് ദ സെക്കൻഡ് പ്രോസസ്സർ വിൽ ബി യൂട്ടിലൈസിങ് ദിസ് ഡേറ്റ ഫോർ പ്രോസസിങ് ഇറ്റ്സ് ടാസ്ക് ആൻഡ് ദെൻ ദ തേർഡ് പ്രോസസ്സർ ആൻഡ് സോ ഓൺ. സോ പ്രോസസ്സേഴ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സർ സെഗ്മെൻറ്റ്, ഇത് നമ്മുടെ സെക്കൻഡ് പ്രോസസ്സർ സെഗ്മെൻറ്റ്, ദിസ് ഈസ് ദ തേർഡ് വൺ. ഇനി അരിത്തമാറ്റിക് പൈപ്പ് ലൈനിങ് ആണെങ്കിൽ നമ്മളുടെ ഓരോ അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, അതിങ്ങനെ എന്തായിരിക്കും, 1 by 1 ആയിട്ട് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചെയ്യും. ദെൻ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻസ്, ഇവിടെ നമ്മൾ ലോട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ മെമ്മറിയിലുണ്ട്, അതിന് നമ്മളൊരു പർട്ടിക്കുലർ ഓർഡറിൽ, അതായത് നമ്മൾ കണ്ടു, ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അരിത്തമാറ്റിക് പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യുന്ന, ലൈക്ക് ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമാറ്റിക്സ് ഒക്കെ ചെയ്യില്ലേ, അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യുന്ന സെക്ഷൻസിലാണ് നമ്മൾ ശരിക്കും ഒരു പൈപ്പ് ലൈനിങ്ങിൻ്റെ ആവശ്യമായിട്ട് വരിക. ആൻഡ് അരിത്തമാറ്റിക് പൈപ്പ് ലൈനിങ് ഡിവൈഡ്സ് ആൻ അരിത്തമാറ്റിക് ഓപ്പറേഷൻ ഇൻ ടു സബ് ഓപ്പറേഷൻ ഫോർ എക്സിക്യൂഷൻ ഇൻ പൈപ്പ് ലൈൻ സെഗ്മെൻറ്റ്സ്. അതായത് ഓരോ പൈപ്പ് ലൈൻ സെഗ്മെൻറ്റിലും അരിത്തമാറ്റിക് ഓപ്പറേഷൻസിൻ്റെ പല പല സെഗ്മെൻറ്റ്സ് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. പൈപ്പ് ലൈൻ അരിത്തമാറ്റിക് യൂണിറ്റ്സ് ആർ യൂഷ്വലി ഫൗണ്ട് ഇൻ വെരി ഹൈ സ്പീഡ് കമ്പ്യൂട്ടേഴ്സ്. ആക്ച്വലി ഈ അരിത്തമാറ്റിക് പൈപ്പ് ലൈനിങ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഹൈ സ്പീഡ് കമ്പ്യൂട്ടേഴ്സിലാണ്. ദേ ആർ യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫിക്സ്ഡ് പോയിന്റ് നമ്പേഴ്സ് ആൻഡ് സിമിലർ കമ്പ്യൂട്ടേഷൻസ് എൻകൗണ്ടേർഡ് ഇൻ സയൻറ്റിഫിക് പ്രോബ്ലം. കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് മെയിൻലി എന്തിന് യൂസ് ചെയ്യുന്നത്, അരിത്തമാറ്റിക് പൈപ്പ് ലൈനിങ്ങിൽ യൂസ് ചെയ്യുന്നതെന്ന് മാത്രം പറഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ട് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഒരു എക്സാമ്പിൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് എക്സാമ്പിൾ നോക്കിയിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ഓൺ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് യൂഷ്വലി നമ്മളൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെ വെച്ചിട്ടാണ്, നമ്പറിന് ഒരു മാൻഡിസ പാർട്ട് കാണും, പിന്നെ ഒരു റാഡിക്സ് അല്ലെങ്കിൽ ഒരു ബേസ് കാണും അല്ലേ, എന്നിട്ട് അതിനൊരു എക്സ്പോണൻറ്റ് വാല്യൂ കാണും അല്ലേ. സോ ഇങ്ങനെയാണ് നമ്മൾ നോർമലി ഒരു നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഒരു നമ്പറെങ്കിൽ, എക്സിലുള്ള നമ്പർ ഇതെങ്കിൽ ഇതിനകത്ത് ഈ ഒരു സെഗ്മെൻറ്റ്, അതായത് ഈ മൾട്ടിപ്ലിക്കേഷൻ സിമ്പലിന് മുന്നേ ഉള്ള സെഗ്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, മാൻഡിസ എന്ന് വിളിക്കും. ദെൻ ഈ ഒരു ബേസ്, ഇവിടുത്തെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്താണ്, 10 ആണ്. അതിൻ്റെ എക്സ്പോണൻഷ്യൽ വാല്യൂ എത്രയാണ്, 3 ആണ്. ഓക്കെ, സോ ഇവിടെ മാൻഡിസ ഉണ്ട്, എക്സ്പോണൻ്റ് ഉണ്ട്, ബേസ് ഉണ്ട്. അതേപോലെ സെക്കൻഡ് നമ്പറാണ് y, ഇതാണ് അതിൻ്റെ മാൻഡിസ പോർഷൻ, ഇതാണ് അതിൻ്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ്, ഇതാണ് അതിൻ്റെ എക്സ്പോണൻറ്റ് അല്ലേ. നമുക്ക് അറിയാമല്ലോ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എങ്ങനെയായിരിക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് അഡീഷനാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ ആക്ച്വലി ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് അഡീഷൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നത്, നമുക്കിവിടെ ഈ ഒരു കുറേ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് നമുക്ക് പെർഫോം ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ആദ്യം എന്ത് ചെയ്യും, എക്സ്പോണൻസിനെ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് കമ്പയർ ചെയ്യും. റീസൺ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരിക്കലും ഈ 0.9143 ഇൻറ്റു 10⁻³ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ വാല്യൂ 3 ആയിട്ടുള്ളതും, പിന്നെ നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ 0.5429 ഇൻറ്റു
എന്താ 10⁻², അല്ലേ? ഈ ഒരു നമ്പറിനെ നമുക്കൊരിക്കലും ഒരു അരിത്തമാറ്റിക് ഓപ്പറേഷൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങനെ തന്നെ. റീസൺ എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് നമ്പേഴ്സിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ എക്സ്പൊണൻസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം, അല്ലേ? സോ ഫസ്റ്റ് നമ്മൾ ഇതെന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, ഇവർ രണ്ടുപേരും രണ്ട് നമ്പേഴ്സ് കിട്ടുവാണെങ്കിൽ വി ഹാവ് ടു കമ്പയർ, വി ഹാവ് ടു ചെക്ക് വെദർ ദിസ് എക്സ്പൊണൻറ്റ് വാല്യൂസ് ആർ സെയിം, അല്ലേ, ഈക്വൽ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് കമ്പയർ ദ എക്സ്പൊണൻസ് ബൈ സബ്ട്രാക്ഷൻ. അപ്പോൾ അതിനുവേണ്ടി അവർ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്, ഇതിന് രണ്ടിനും നമ്മൾ എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്ത് നോക്കും. ഇവിടെ എക്സ്പോണൻറ്റ് വാല്യൂസിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സബ്ട്രാക്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എക്സിൻ്റെ എക്സ്പോണൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ആണ്. വൈയുടെ എക്സ്പോണൻറ്റ്, വൈ എന്നുള്ള നമ്പറിൻ്റെ എക്സ്പോണൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ്. വി ആർ കമ്പയറിങ് ഇറ്റ് ബൈ ഡിഫറൻസ്. നമ്മൾ ഡിഫറൻസ് ഓപ്പറേഷൻ എടുത്തു, അപ്പം >0 ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 1 വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്ന എത്രയാണോ വാല്യൂ ഉള്ളത് അത്രയും പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, സോ നെക്സ്റ്റ് ഇവിടെ നമുക്കൊരു എക്സ്പോണൻസ് തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ അലൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, മാൻഡിസ അലൈൻ ചെയ്യും, അല്ലേ? സോ മാൻഡിസ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള എക്സ്പോണൻറ്റ് വാല്യൂ ഉള്ള ഏത് നമ്പറാണോ ഉള്ളത് അതിലേക്ക് ചെറിയ എക്സ്പോണൻറ്റ് വാല്യൂ ഉള്ള നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം, അലൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളതിനെ ചേഞ്ച് ചെയ്യണം. ഓക്കെ, സോ ഇവിടുത്തെ ഹയസ്റ്റ് എക്സ്പോണൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ആണ്. സോ നമ്മളിവിടെ ആൻസറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്പറാൻസിൻ്റെ എക്സ്പോണൻറ്റ് വാല്യൂ നമ്മൾ എന്താക്കണം, രണ്ടുപേരുടെയും 3 ആക്കി മാറ്റണം. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് നമ്പറിനെയാണ് നമുക്കിവിടെ അലൈൻ ചെയ്യാനുള്ളത്. സോ 0.5429 ഇൻറ്റു 10⁻²നെ നമ്മൾ എന്താക്കി മാറ്റണം, ഇതിൻ്റെ പവർ വാല്യൂ നമ്മൾ 3 ആക്കി മാറ്റണം. ഇതിൻ്റെ പവർ വാല്യൂ 3 ആക്കി മാറ്റാനായിട്ട് എന്താ ചെയ്യുക, 0.5429 എക്സ്പോണൻറ്റ് വാല്യൂ ഇൻറ്റു 10⁻² ആണ് നമ്മുടെ കയ്യിലുള്ളത്. അതിന് നമുക്ക് 3 ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ വാല്യൂ ചേഞ്ച് ആവാതിരിക്കാൻ വേണ്ടി വി ഷുഡ് ബി ഡിവൈഡഡ് ബൈ 10 ഓൾസോ. സോ നമുക്കിവിടെ 10⁻³ നമുക്ക് കിട്ടും വാല്യൂ, പവർ വാല്യൂ. സോ നമ്മൾ ഡിവിഷൻ ബൈ 10 ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യണം, ഒരു ഡെസിമൽ പൊസിഷനും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം, ആണല്ലോ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 0.5429 ആയി ഇൻറ്റു 10⁻³. ഓക്കെ അല്ലേ? ഓക്കെ, സോ ഇവിടെ ആക്ച്വലി നമ്മൾ ചെയ്തത് എന്താണ്, നമ്മളുടെ സ്മോളർ എക്സ്പോണൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, ഷിഫ്റ്റഡ് ടു റൈറ്റ് ബൈ 1, അല്ലേ? അതായത് 1 ബിറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്തു, റൈറ്റിലേക്ക് ഒരു 1 പൊസിഷൻ നമ്മൾ എന്ത് ചെയ്തു, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ 5 ഉണ്ടായിരുന്നത് ഇപ്പോൾ എന്തായി, വൺസിൻ്റെ, അതായത് ഈ ഫസ്റ്റ് പൊസിഷനിൽ ഇരുന്ന 5 ഇപ്പോൾ സെക്കൻഡ് പൊസിഷനിലേക്ക് മാറി, റൈറ്റിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് അല്ലേ, ഇത് 0.5 ആയിരുന്നത് ഇപ്പോൾ എന്തായി മാറി, 0.05 ആയി മാറി. ഇതിനെ നമ്മളൊന്ന് റൈറ്റിലേക്ക് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്തു, ആ പൊസിഷൻ നമ്മൾ 0 വെച്ച് ഫില്ല് ചെയ്തു. അതറിയാമല്ലോ നിങ്ങൾക്ക്, നോർമൽ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടിൻ്റെ എക്സ്പോണൻറ്റ് സെയിം ആയതുകൊണ്ട് നമുക്ക് മാൻഡിസയിലുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. സോ ആഡ് ഓർ സബ്ട്രാക്ട് ദ മാൻഡിസാസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്യുവാണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് നമ്പർ വാല്യൂ, ഇതാണ് നമ്മുടെ സെക്കൻഡ് നമ്പർ വാല്യൂ. സോ പൊസിഷൻ ബേസിലുള്ള അഡീഷൻ ആണ്. സോ 9 + 0 നമുക്ക് എന്ത് കിട്ടും, 9 കിട്ടും. ദെൻ 1 + 4 നമുക്ക് എന്ത് കിട്ടും, 1 + 5 നമുക്ക് എന്ത് കിട്ടും, 6 കിട്ടും. ദെൻ 4 + 5 നമുക്ക് എന്ത്, 4 + 4 നമുക്ക് എന്ത് കിട്ടും, 8 കിട്ടും. ദെൻ 3 + 2 നമുക്ക് എന്ത് കിട്ടും, 5 കിട്ടും. ദെൻ 9 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പർ ഇല്ല, സോ നമ്മൾ അങ്ങനെ തന്നെ എഴുതും, കൺഫ്യൂഷൻ ആവരുത്. 0.9143. നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 0.5429. അഡീഷൻ ചെയ്യുമ്പോൾ 9 ഉണ്ട്, 5 + 1 6 ഉണ്ട്, 8 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, 9 ഉണ്ട്, 96859. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായി, ഇനി നമുക്ക് ഇതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കിട്ടുന്നിരിക്കുന്ന ആൻസറിൽ നമുക്ക് 2 കോണ്ടെക്സ്റ്റുകൾ ഉണ്ടാകാം. ഒന്നെങ്കിൽ ഇവിടെ ഓവർഫ്ലോയോ അല്ലെങ്കിൽ അണ്ടർഫ്ലോയോ സംഭവിക്കാം. ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പറിനൊരു ലിമിറ്റ് ഉണ്ട്. ആ നമ്പർ ലിമിറ്റിനേക്കാളും കൂടിയ ഒരു വാല്യൂ ആണ് നമുക്കിവിടെ ആഡ് ചെയ്തപ്പോഴേക്കും കിട്ടുന്നതെങ്കിൽ അവിടെ എന്തോ സിറ്റുവേഷൻ ഉണ്ടാവും, ഓവർഫ്ലോ ഉണ്ടാവും. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഫ്ലോട്ടിംഗ് പോയിന്റിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മിനിമം നമ്പറിനേക്കാളും കുറഞ്ഞൊരു വാല്യൂ ആണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്പർ വാല്യൂ ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോർമലൈസേഷൻ ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ അണ്ടർഫ്ലോ സിറ്റുവേഷൻസും ഉണ്ട്, ഓവർഫ്ലോ സിറ്റുവേഷൻസും ഉണ്ട്. വാല്യൂ കുറഞ്ഞു പോകുകയാണെങ്കിൽ അതെന്താണ്, അണ്ടർഫ്ലോ ആണ്. കൂടി വരുവാണെങ്കിൽ അത് ഓവർഫ്ലോ ആണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ 2 സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോർമലൈസേഷൻ ചെയ്യുന്നത്. ഇവിടുത്തെ നമ്മുടെ കേസിൽ നോർമലൈസേഷൻ ഒന്നും ആവശ്യമില്ല, വി ക്യാൻ ഡയറക്ട്ലി യൂസ് ദിസ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഓവർഫ്ലോ അണ്ടർഫ്ലോ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. വെൻ ദ റിസൾട്ട് ഓഫ് ആൻ അരിത്തമാറ്റിക് ഓപ്പറേഷൻ ഈസ് ഫൈനൈറ്റ് ബട്ട് ലാർജർ ഇൻ മാഗ്നിറ്റ്യൂഡ് ദാൻ ദ ലാർജസ്റ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് വിച്ച് ക്യാൻ ബി സ്റ്റോർഡ് ബൈ ദ പ്രിസിഷൻ. അങ്ങനെയാണെങ്കിൽ അതിനെ ഓവർഫ്ലോ സിറ്റുവേഷൻ എന്ന് പറയും. സോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോർമലൈസേഷൻ ചെയ്യാം. അതേപോലെ തന്നെ അണ്ടർഫ്ലോ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെൻ ദ റിസൾട്ട് ഓഫ് ആൻ അരിത്തമാറ്റിക് ഓപ്പറേഷൻ ഈസ് സ്മോളർ ഇൻ മാഗ്നിറ്റ്യൂഡ് ദാൻ ദ സ്മോളസ്റ്റ് ഫ്ലോട്ടിംഗ് പോയിന്റ് വിച്ച് ക്യാൻ ബി സ്റ്റോർഡ്. അപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും മിനിമം വാല്യൂവിനേക്കാളും കുറഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കതിനെ നോർമലൈസ് ചെയ്യേണ്ടി വരും. സോ ഓവർഫ്ലോയും അണ്ടർഫ്ലോയും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോർമലൈസേഷൻ ചെയ്യണം. അപ്പോൾ ഇതാണ് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമാറ്റിക്കലി നമ്മൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വി ഹാവ് ടു കമ്പയർ ദ എക്സ്പൊണൻസ്. ഓക്കെ,
കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ എന്താണ്? സബ്ട്രാക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദാറ്റ് ഇപ്പോൾ നമുക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു അലൈൻ ദ മാൻഡിസ, ദെൻ വി ക്യാൻ ഡയറക്ട്ലി പെർഫോം ദ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ on the mantis. Okay, then finally if there is a normalization is required to prevent this overflow and underflow situations. Okay, അത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ 4 ആക്ടിവിറ്റീസും അല്ലെങ്കിൽ 4 ടാസ്കുകൾ നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലാക്കിക്കോ. അപ്പോൾ ഈ സെഗ്മെൻറ്റ്സ് നമുക്ക് എന്താണ് പാരലി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്യാനുള്ള ടാസ്കുകളെ നമ്മൾ എന്ത് ചെയ്തു? സബ്ഡിവൈഡ് ചെയ്തു. വി ആർ സെഗ്മെൻറ്റിങ് നമ്മുടെ ALU യൂണിറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ആക്കി മാറ്റി. അപ്പോൾ ഒരു സെഗ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പാരിസൺ മാത്രം ഡീൽ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ്, ദെൻ മാൻഡിസ അലൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ്, ദെൻ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സെഗ്മെൻറ്റ് ലൈക്ക് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആൻഡ് ഓൾ, ദെൻ നോർമലൈസേഷന് വേണ്ടിയിട്ട് വി ആർ ഹാവിങ് അനദർ സെഗ്മെൻറ്റ്. ഓക്കെ, സോ ഇങ്ങനെ 4 സെഗ്മെൻറ്റ്സ് ആക്കിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സിനെ നമ്മുടെ സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 ആക്ടിവിറ്റീസാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്നൊക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കും, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് തോന്നുന്നു. സോ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ ഒരു ഫ്ലോ ഡയഗ്രാം വരച്ച് കാണിച്ചിരിക്കുവാണ് എങ്ങനെ ഇത് വർക്ക് ഓൺ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അരിത്തമാറ്റിക് പൈപ്പ് ലൈനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടൊരു എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും എപ്പോഴും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരിക. ഇനി നമ്മൾ ഈ ഒരു എൻ്റെ ആക്ടിവിറ്റിയുടെ ഒരു ഫ്ലോ ഡയഗ്രാം ആണ് നോക്കുന്നത്. സോ നമ്മൾ മാൻഡിസയും എക്സ്പോണൻറ്റിൻ്റെ 2 സെക്ഷൻസ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. സോ എക്സ്പോണൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് A and B വാല്യൂസ് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ദെൻ ആക്ച്വൽ മാൻഡിസയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ആണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ എന്നിട്ട് ഈ വാല്യൂസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യും. ഇവിടെ 6 കാണിച്ചിരിക്കുന്നത് വി ആർ സ്റ്റോറിങ് ഇറ്റ് ഇൻ രജിസ്റ്റേഴ്സ് എന്നാണ്. അതൊരു സിംഗിൾ രജിസ്റ്ററിനകത്തല്ല നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ആസ് യൂഷ്വൽ നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ അത്രയും നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. ഇവിടെ നമ്മൾ രജിസ്റ്റേഴ്സിൽ വാല്യൂ സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 6 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതൊരിക്കലും അതിൻ്റെ നമ്പറുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. 2 ഇൻപുട്സ് ആണുള്ളതെങ്കിൽ 2 രജിസ്റ്റേഴ്സ് മസ്റ്റ് ബി ദെയർ. ഇവിടെ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മാൻഡിസ എക്സ്പോണൻറ്റും 2 രജിസ്റ്റേഴ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? കമ്പാരിസൺ ആണ്. ഏതൊക്കെയാണ് എയുടെയും ബിയുടെയും വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്യും ബൈ യൂസിങ് സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ. എന്നിട്ട് നമുക്ക് അവിടെ ഡിഫറൻസ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. സോ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സെക്ഷൻ ഫുള്ള് ഡീൽ ചെയ്യുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ എക്സ്പോണൻറ്റ് സെക്ഷൻ. ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഫുള്ള് ഡീൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ മാൻഡിസയെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? എക്സ്പോണൻഷ്യലുള്ള വാല്യൂസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യും? നമ്മൾ എന്താ ചെയ്യുന്നത്? മാൻഡിസ നമ്മൾ അലൈൻ ചെയ്യണം. ഇവിടെ നമ്മൾ ഈ ഒരു ഡിഫറൻസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്ക് ഓൺ ചെയ്യുന്നത് എവിടെയാണ്? മാൻഡിസയിലാണ് അല്ലേ? മാൻഡിസയിൽ നമ്മൾ കുറവുള്ള വാല്യൂവിൻ്റെ ജസ്റ്റ് റൈറ്റിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. അലൈൻഡ് മാൻഡിസ ഉള്ള വാല്യൂ നമ്മൾ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് സെക്കൻഡ് സെഗ്മെൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. മാൻഡിസ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെഗ്മെൻറ്റ് 2ൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അലൈൻഡ് മാൻഡിസയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡീഷൻ ഒരു സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ നമ്മൾ ചെയ്യും. ഈ അഡീഷണൽ സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യുന്നത് എന്തിലാണ്? മാൻഡിസയിലാണ്. നമ്മൾ ഒരിക്കലും അതിൻ്റെ എക്സ്പോണൻറ്റിൽ പോയിട്ടല്ലല്ലോ ആഡ് ചെയ്യുന്നത്, അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ എക്സ്പോണൻറ്റിനെ നമ്മൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മാൻഡിസയിൽ നമ്മൾ വർക്ക് ഓൺ ചെയ്യും. നമ്മുടെ റിസൾട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് റിസൾട്ടിനെ നോർമലൈസ് ചെയ്യുന്നതാണ് നമ്മുടെ 4th സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ 4th സെഗ്മെൻറ്റിൽ വി ആർ നോർമലൈസിങ് ദ റിസൾട്ട് ടു പ്രിവെൻറ്റ് ദിസ് ഓവർഫ്ലോ ആൻഡ് അണ്ടർഫ്ലോ സിറ്റുവേഷൻസ്. ഓക്കെ, എന്നിട്ട് ആ സമയത്ത് നമുക്ക് റിസൾട്ട് അങ്ങനെ തന്നെ കിട്ടാം. നമ്മളിപ്പോൾ ചെയ്ത ആൻസറിനകത്ത് റിസൾട്ട് അങ്ങനെ തന്നെ കിട്ടിയില്ല. അത് നമ്മൾ നമ്മുടെ ആൻസർ ആയിട്ടുള്ള രജിസ്റ്ററിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി ചില കോണ്ടെക്സ്റ്റുകളിൽ നമ്മളിതിൻ്റെ നോർമലൈസേഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവാം? നമ്മൾ മാൻഡിസയിലല്ല നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നത്, എക്സ്പോണൻസിലാണ്. ഓക്കെ, അപ്പോൾ എക്സ്പോണൻസിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പോണൻറ്റ് വാല്യൂ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നോർമലൈസേഷൻ പ്രൊസീജിയറിൽ ചേഞ്ചസ് വരുന്നത് ഇവിടെയാണ്, എക്സ്പോണൻസിലാണ്. ഓക്കെ, അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫുൾ നമ്മൾ ഡീൽ ചെയ്തേക്കുന്നത് എക്സ്പോണൻസിനെ പറ്റിയിട്ടും റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഫുൾ ഡീൽ ചെയ്തേക്കുന്നത് മാൻഡിസ സെഗ്മെൻറ്റിനെ പറ്റിയിട്ടുമാണ്. ഓക്കെ, ഇപ്പം ബാക്കിനെ പറ്റിയിട്ട് വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് കഴിഞ്ഞു. ഇനി അടുത്ത രണ്ടാമത്തെ പൈപ്പ് ലൈനിങ് ആണ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്. ഓക്കെ, ആൻഡ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് ഓപ്പറേറ്റ്സ് ഓൺ എ സ്ട്രീം ഓഫ് ഇൻസ്ട്രക്ഷൻസ് ബൈ ഓവർലാപ്പിംഗ് ദ ഫെച്ച്, ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട് ഫേസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിനകത്തുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസിനെ ഓവർലാപ്പ് ചെയ്തുകൊണ്ട്, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ച് നടക്കുന്ന സമയത്തും ഡീകോഡ് നടക്കുന്ന സമയത്തും നമ്മളുടെ എപ്പോഴാണോ നമുക്ക് പുതിയൊരു ഇൻസ്ട്രക്ഷനെ വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്, ആ സമയത്ത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഈ ഒരു സൈക്കിളിലോട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോകും. ഓക്കെ, ഓരോ സെഗ്മെൻറ്റ്സിൽ ആൻഡ് ഇൻസ്ട്രക്ഷൻ pipeline reads consecutive instructions from memory while previous instructions are being executed in other segments. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിൽ ഓരോ ആക്ടിവിറ്റീസ് നടക്കുമ്പോഴേക്കും വേറെ സെഗ്മെൻറ്റ്സ് എന്ത് ചെയ്യും? അത് അതിൻ്റേതായിട്ടുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ വേറൊരു സ്റ്റേജിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ദിസ് കോസസ് ദി ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് ഫേസസ് ടു ഓവർലാപ്പ് ആൻഡ് പെർഫോം സൈമൾട്ടേനിയസ് ഓപ്പറേഷൻ. അപ്പോൾ ഫെച്ച് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഫെച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും ഐഡിയലായിട്ടിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഒരാൾ ഫെച്ച് ചെയ്തു ഓപ്പറൻസിനെ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും വേറൊരാൾക്ക് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ അങ്ങനെ
നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ പ്രോസസ്സറിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ദിസ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്. അപ്പോൾ നമുക്ക് സാധാരണ ഒരു 2 സെഗ്മെൻറ്റ് പൈപ്പ് ലൈനാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഒരു ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൺസിഡർ എ കമ്പ്യൂട്ടർ വിത്ത് ആൻ ഇൻസ്ട്രക്ഷൻ ഫെച്ച് യൂണിറ്റ് ആൻഡ് ആൻ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ യൂണിറ്റ്. അപ്പോൾ ഫെച്ച് യൂണിറ്റും എക്സിക്യൂഷൻ യൂണിറ്റുമാണ് മെയിൻലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 2 സെഗ്മെൻറ്റ് പൈപ്പ് ലൈനിൽ. ഇൻസ്ട്രക്ഷൻ ഫെച്ച് സെഗ്മെൻറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ബൈ മീൻസ് ഓഫ് നമ്മളൊരു FIFO ബഫർ വെച്ചിട്ടായിരിക്കും അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ബഫർ വെച്ചിട്ട്. എക്സിക്യൂഷൻ ഈസ് നോട്ട് യൂസിങ് മെമ്മറി, അതായത് whenever the execution unit is not using memory, the control increments the program counter and uses its address value to read consecutive instructions from memory. അതായത് എക്സിക്യൂഷനിൽ നമ്മൾ എപ്പോഴാണോ നമ്മുടെ പ്രോസസ്സറിന് നമ്മളുടെ മീൻസ് ഫ്രീ ഐഡിയൽ ആയിട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി യൂട്ടിലൈസേഷൻ കുറവുള്ളതോ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ആർ ഇൻസേർട്ടഡ് ഇൻ ദ FIFO ബഫർ സോ ദാറ്റ് ദേ ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഓൺ എ ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് ബേസിസ്. അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ബേസിസിൽ നമുക്ക് ഒരാൾ വന്നു ഒരാളെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നെക്സ്റ്റ് വരുന്ന ആളെ എടുക്കാം, അതിൻ്റെ വരുന്ന ആളെ എടുക്കാം, അങ്ങനെ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് 2 സെഗ്മെൻറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ നോർമലി 2 സെഗ്മെൻറ്റ് പൈപ്പ് ലൈൻ ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതായത് ഒന്ന് ഫെച്ച് സെഗ്മെൻറ്റിലും ഒന്ന് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സെഗ്മെൻറ്റിലും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ഒന്നുകൂടെ നമ്മൾ ഡീകമ്പോസ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഫെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട്, എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 4 സെക്ഷൻസ് ആയിട്ട് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇൻ ജനറൽ ദ കമ്പ്യൂട്ടർ നീഡ്സ് ടു പ്രോസസ്സസ് ഈച്ച് ഇൻസ്ട്രക്ഷൻ വിത്ത് ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഫെച്ച് ചെയ്യാൻ പഠിച്ചു, ഡീകോഡ് ചെയ്യണം, ദെൻ എക്സിക്യൂട്ട് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഡീകോഡിംഗ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്താ വേണ്ടത്, ആക്ച്വലി നമ്മൾ അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ മെമ്മറി ഇൻഫർമേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് അഡ്രസ്. എഫക്റ്റീവ് അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്രസ് വേർ ദ ഓപ്പറാൻഡ് ഈസ് ആക്ച്വലി റിസൈഡിങ് ഇൻ ദ മെമ്മറി അല്ലേ. അപ്പോൾ അതിനെ കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് നമ്മൾ അതിനകത്ത് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഒരു സെഗ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്ന സെഗ്മെൻറ്റ്. സെക്കൻഡ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡീകോഡിംഗ് സെഗ്മെൻറ്റ്. മൂന്നാമത്തെ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫെച്ച് ദ ഓപ്പറാൻഡ് ഫ്രം മെമ്മറി ആൻഡ് എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എഫക്റ്റീവ് അഡ്രസ്സിലുള്ള ഓപ്പറാൻഡ്സിനെ എന്താണ് പിക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഫെച്ച് ദ ഓപ്പറാൻഡ് ഫ്രം ദ മെമ്മറി ആൻഡ് എക്സിക്യൂട്ടിങ് ഫെച്ച് ദ ഓപ്പറാൻഡ് ഫ്രം ദ മെമ്മറി ദെൻ എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് സ്റ്റോർ ദ റിസൾട്ട് ഇൻ ദ പ്രോപ്പർ പ്ലേസ്. അപ്പോൾ നമ്മൾ ശരിക്കും എക്സിക്യൂഷനും സ്റ്റോറിങ്ങും കൂടാണ് അടുത്ത ഫേസിൽ വരുന്നത്, അടുത്ത സെഗ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ 4 സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫെച്ച് സെഗ്മെൻറ്റ്, ദെൻ ഡീകോഡിംഗ് സെഗ്മെൻറ്റ്, ദെൻ ഓപ്പറാൻഡിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫെച്ചിങ് ദ ഓപ്പറാൻഡ് സെഗ്മെൻറ്റ്, ദെൻ സ്റ്റോറിങ് ദ റിസൾട്ട്, എക്സിക്യൂട്ടിംഗ് ദ ഇൻസ്ട്രക്ഷൻ ആൻഡ് സ്റ്റോറിങ് ദ റിസൾട്ട്. അപ്പോൾ ഇത് രണ്ടുകൂടെ കൂടിയിട്ടാണ് നമ്മുടെ ഫൈനലിൽ വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 സ്റ്റേജുകളാണുള്ളത്. ഈ 4 സ്റ്റേജുകളാണ് നമ്മൾ പൈപ്പ് ലൈനിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫ്ലോ ഡയഗ്രം സംഭവം മനസ്സിലായതിനു ശേഷം എഴുതി വെക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു എക്സാമ്പിൾ വരച്ച് നോക്കാം. സോ ഇവിടെ നമ്മൾ കുറേ ടൈം ലൈൻസ് കാണിച്ചിട്ടുണ്ട്, ടൈം സൈക്കിൾസ് കാണിച്ചിട്ടുണ്ട്. തൊട്ട് താഴെ നമ്മൾ ഇൻസ്ട്രക്ഷൻസിനെ കൊടുത്തിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസിനകത്ത് എത്ര സെഗ്മെൻറ്റ്സാണ് ഉള്ളത്, ഫെച്ച് ഉണ്ട്, ഡീകോഡ് ഉണ്ട്, ദെൻ നമ്മുടെ ഓപ്പറൻസിനെ ഫെച്ച് ചെയ്യണം, ദെൻ എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് സൈക്കിളിൽ ഇൻസ്ട്രക്ഷൻ്റെ ഈ 4 സെഗ്മെൻറ്റ്സും വർക്ക് ഓൺ ചെയ്യും ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ. ഇനി സെക്കൻഡ് സൈക്കിൾ ആവുന്ന സമയത്ത് സെക്കൻഡ് ഇൻസ്ട്രക്ഷനും അവിടെ എന്ത് ചെയ്യും, നമ്മളുടെ എവിടേക്ക് വരും, നമ്മളുടെ ഈ ആക്റ്റീവായിട്ട് വരും. ദാറ്റ് ഇസ് വി ആർ ഫെച്ചിങ് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അതായത് ഫെച്ച് ഇൻസ്ട്രക്ഷൻ എന്നുള്ള രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ച് വർക്ക് ഓൺ ആവും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ അതിൻ്റെ ബാക്കിയുള്ള സെഗ്മെൻറ്റ്സ് കൂടെ ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഫസ്റ്റ് സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, സെക്കൻഡ് സൈക്കിളിൽ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, തേർഡ് സൈക്കിളിൽ നമ്മൾ കയറിയ സമയത്ത് എന്താ കാണുന്നത്, മൂന്നാമത്തെ ഇൻസ്ട്രക്ഷനെ നമ്മൾ എടുത്തു. ആ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷനകത്ത് ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തപ്പോഴാണ് എന്ത് മനസ്സിലാവുന്നത്, ഇത് ഒരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് വരുവാണെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ഇൻസ്ട്രക്ഷനെ നമ്മൾ ഫെച്ച് ചെയ്യത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോഴേക്കും ഈ ഒരു ഡീകോഡ് ചെയ്തപ്പോഴാണ് ഇതൊരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു, തൊട്ട് മുകളിലുള്ള ഇൻസ്ട്രക്ഷൻ, അതായത് പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഇത് വർക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ അതിൻ്റെ എക്സിക്യൂഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നേരെ അതായത് ഓപ്പറേറ്റേഴ്സിനെ ഫെച്ച് ചെയ്തു. അതായത് ബാക്കിയുള്ളൊരു പുതിയ ഇൻസ്ട്രക്ഷൻ, അതായത് 4ാമത്തെ ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ചിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. അതിൻ്റെ ബാക്കിയുള്ള സ്റ്റേജസിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയില്ല. മനസ്സിലാവുന്നുണ്ട്? അതായത് 4th ക്ലോക്ക് സൈക്കിളിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പറൻസിനെ ഫെച്ച് ചെയ്യുന്ന വരെ കഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഡീകോഡ് ചെയ്ത തേർഡ് ഇൻസ്ട്രക്ഷൻ പറയുന്നത് എന്താണ്, തേർഡ് ഇൻസ്ട്രക്ഷൻ ഈസ് ഒരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണെന്ന്. അപ്പോൾ നമുക്ക് പുതിയൊരു ഇൻസ്ട്രക്ഷൻ ഇനി നമുക്ക് എടുത്ത് ലോഡ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ക്യാപ്പബിലിറ്റി നമുക്കിപ്പോൾ ഇല്ല. അപ്പോൾ ഓൾറെഡി ഒരു ഫെച്ച് ഇൻസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ആരുടെയാണ്, 4th ഫെച്ച് നടന്നിട്ടുണ്ട്. പക്ഷേ അത് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. എപ്പോൾ വരെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, ഈ ഒരു തേർഡ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്ന
പോകുന്ന സ്റ്റേജ് സൈക്കിൾ എവിടെയാണോ അവിടം വരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വെയിറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് ഫോർത്തിൽ എന്ത് ചെയ്യത്തില്ല, നമ്മളുടെ ഓപ്പറാൻഡ് ഫെച്ച് നടക്കും, ആരുടെയാണ്, തേർഡിൻ്റെ നടക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ലോഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ നടക്കത്തില്ല. അപ്പോൾ പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന ഇൻസ്ട്രക്ഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിയും, സെക്കൻഡ് വൺ അവിടെ എക്സിക്യൂട്ട് ചെയ്ത് കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സിക്സ്ത്തിൽ നോക്കുന്ന സമയത്ത് എന്താണ്, ഈ ഇൻസ്ട്രക്ഷൻ്റെ, അതായത് നമ്മുടെ തേർഡ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. സോ നമ്മളുടെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പുതുതായിട്ടുള്ള നമ്മുടെ ഫോർത്ത് ഇൻസ്ട്രക്ഷനെ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്റ്റേജ് തൊട്ട് നമ്മൾ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫെച്ചിങ് ദി ഇൻസ്ട്രക്ഷൻ, ദെൻ അതിനെ ഡീകോഡ് ചെയ്തു, ഓപ്പറാൻഡ്സിനെ ഫെച്ച് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള ഓരോ സ്റ്റേജസ് നമ്മൾ കൊടുക്കും. അടുത്ത ക്ലോക്ക് സൈക്കിളിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ വരും, അടുത്ത ക്ലോക്ക് സൈക്കിളിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ വരും, അടുത്ത ക്ലോക്ക് സൈക്കിളിൽ അടുത്ത ഇൻസ്ട്രക്ഷൻസ് വരും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇങ്ങനെയാണ് നമ്മളൊരു 7 ഇൻസ്ട്രക്ഷൻസിനെ നമ്മളിവിടെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഇൻ ടോട്ടൽ. ഓക്കെ, എത്രയാണ്? അപ്പോൾ നമുക്ക് ടോട്ടൽ 13 ക്ലോക്ക് സൈക്കിൾസ് ആണ് നമുക്കിവിടെ വേണ്ടി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഒരു നോർമൽ, ഒരു ഹൊറിസോണ്ടൽ ഒരു നോർമൽ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൽ ഒരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ ഓർഡർ എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ഫ്ലോ ഡയഗ്രാംസ് നോക്കാം. സോ ഫസ്റ്റ് ചെയ്യുന്ന എന്താണ്, മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷനെ നമ്മൾ ഫെച്ച് ചെയ്യും, എന്നിട്ട് വി ആർ ഡിക്കോഡിങ് ആൻഡ് കാൽക്കുലേറ്റിംഗ് ദ എഫക്റ്റീവ് അഡ്രസ്. ഓക്കെ, ഡിക്കോഡ് ചെയ്തു, എഫക്റ്റീവ് അഡ്രസ് നമ്മൾ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, അതിനെ ബ്രാഞ്ച് ചെയ്യുവാണ്. ബ്രാഞ്ച് ചെയ്യുന്നത് എന്താണ്, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷനാണ് വരുന്നതെങ്കിൽ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തു, അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഡീകോഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ നോക്കുവാണ് അതൊരു ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് യെസ് ആകാം, നോ ആകാം. ഓക്കെ, നോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ചെയ്ത ബാക്കിയുള്ള 2 സ്റ്റേജുകൾ ഓപ്പറാൻഡിനെ ഫെച്ച് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇൻറ്ററപ്റ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ ഇൻട്രപ്റ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് അടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാം. ഈ ഒരു ഫ്ലോ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് നടക്കും. അതായത് ഒരു നോർമൽ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനാണ്. അവിടെ നമുക്ക് സെലക്ഷൻ വരുന്നത് എപ്പോഴാണ്, അതൊരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ വരുവാകാം, അല്ലെങ്കിൽ ഒരു ഇൻട്രപ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കോണ്ടെക്സ്റ്റുകളിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് വേറെ നമ്മുടെ ഈ ഒരു ഓർഡറിനകത്ത് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഡീകോഡ് ചെയ്ത ഇൻസ്ട്രക്ഷനകത്ത് എന്താണ്, ഒരു ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ അതിൻ്റെ പ്രോഗ്രാം കൗണ്ടർ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ ബ്രാഞ്ചിങ് സെഗ്മെൻറ്റ് എവിടെയാണുള്ളത് അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് നമ്മുടെ പൈപ്പ് എല്ലാം എന്ത് ചെയ്യും, എംപ്റ്റി ചെയ്യും. അതായത് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസിന് പാരലായിട്ട് ഒരിക്കലും വേറൊരു ഇൻസ്ട്രക്ഷൻസും എക്സിക്യൂട്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ പൈപ്പ്സ് നോക്കിക്കുക നമ്മളിവിടെ എംപ്റ്റി ആക്കി ഇട്ടേക്കുന്നത്. ഈ പൈപ്പിലൊന്നും ആ സമയത്ത് വേറൊരെണ്ണം വർക്ക് ചെയ്യുന്നില്ല. ഓൾറെഡി എക്സിക്യൂഷൻ വരെ നിൽക്കുന്ന സ്റ്റേജുകൾ എക്സിക്യൂട്ട് ചെയ്ത് അതിനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുക. ബാക്കിയുള്ള ഓപ്പറേഷൻസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, പെൻഡിങ് വെക്കും. ഓക്കെ, എപ്പോഴാണോ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അതുവരെ നമ്മുടെ പൈപ്പ് എന്തായിരിക്കും, എംപ്റ്റി ആയിരിക്കും. ഇവിടെ 2 സ്റ്റേജസിൽ പുതിയ 2 ഇൻസ്ട്രക്ഷൻസ് കയറി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഹോൾഡ് ചെയ്ത് വെച്ചു. ഓക്കെ, എംപ്റ്റി ചെയ്ത പൈപ്പ്. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് എംപ്റ്റി ചെയ്ത പൈപ്പ് ചെയ്തിട്ട് നമ്മൾ ആ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തു, ഡീകോഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ അല്ല എങ്കിൽ അതിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അല്ലാതുള്ളതിനെ നമ്മൾ ഇങ്ങനെ കോൺസിക്യൂട്ടീവായിട്ട് നമ്മൾ ഓരോ സ്റ്റേജസ് നമ്മൾ വർക്ക് ഓൺ ചെയ്യും. ഇനി നമുക്കൊരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻട്രപ്റ്റ് വരുവാണെങ്കിൽ നമ്മൾ ഇൻട്രപ്റ്റ് ഹാൻഡ്ലിംഗ് റൊട്ടീനിലോട്ട് നമ്മൾ മൂവ് ചെയ്യും. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, പ്രോഗ്രാം കൗണ്ടറിനെ അപ്ഡേറ്റ് ചെയ്യണം, നമ്മളുടെ പൈപ്പിനെ നമുക്ക് എൻഡ് ചെയ്യണം. അപ്പോൾ ഒരിക്കലും ഒരു ബ്രാഞ്ചിങ്ങോ അല്ലെങ്കിൽ ഒരു ഇൻട്രപ്റ്റോ വരുന്ന സമയങ്ങളിൽ നമുക്കൊരിക്കലും പുതിയ ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് പൈപ്പിലേക്ക് ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെഗ്മെൻറ്റഡ് ഓപ്പറേഷൻ ഓഫ് ദ പ്രോസസ്സറിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന സമയങ്ങളാണ് ബ്രാഞ്ചിങ്ങും ഇൻട്രപ്റ്റ്സും വരുന്ന കോണ്ടെക്സ്റ്റുകൾ കേട്ടോ. അപ്പോൾ ഇതാണ് അതിനകത്ത് അവരെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അത് രണ്ടും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഇനി പൈപ്പ് ലൈനിങ്ങിൻ്റെ കോൺഫ്ലിക്ട്സ് എന്താണെന്നുള്ളത് 3 മാർക്കിന് ചോദിക്കാം. അത് റിസോഴ്സസ് കോൺഫ്ലിക്ട്സ്. ഇപ്പം പലരും പല സമയത്ത് സെയിം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അവർ ആക്സസ് ചെയ്യുന്ന സെയിം ഡേറ്റ ആണെങ്കിൽ അവിടെ കോൺഫ്ലിക്ട്സ് വരില്ലേ. ദേ ആർ കോസ്ഡ് ബൈ ആക്സസ് ടു മെമ്മറി ബൈ 2 സെഗ്മെൻറ്റ്സ് അറ്റ് ദ സെയിം ടൈം. അതായത് ഒന്നിൽ കൂടുതൽ സെഗ്മെൻറ്റ്സ് സെയിം ടൈമിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, റിസോഴ്സ് കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദിസ് കോൺഫ്ലിക്ട്സ് ക്യാൻ ബി റിസോൾവ് ബൈ യൂസിങ് സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ മെമ്മറീസ്. അപ്പോൾ ഒരു സെഗ്മെൻറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷനും ഡേറ്റ മെമ്മറീസും പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഇപ്പോൾ നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പേരെടുത്ത് പറയുക. അപ്പോൾ 2 പേരും ഒരേ ബോക്സിൽ നിന്നാണ് വെജിറ്റബിൾസിനെ കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതെങ്കിൽ 2 പേരും ഒരേ സമയത്ത് ഒറ്റ വെജിറ്റബിളെ ഇനി പെൻഡിങ് ഉള്ളൂ. അപ്പോൾ അതിന് 2 പേരും ആക്സസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് 2 പേർക്കും കിട്ടാണ്ട് പോകത്തില്ലേ, അത് അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓരോരുത്തർക്കും ചെയ്യേണ്ട ടാസ്കുകൾക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സുകൾ, അത് മെമ്മറി റിസോഴ്സുകളായിക്കോട്ടെ, ഇൻസ്ട്രക്ഷൻ സെറ്റിനെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ആയിക്കോട്ടെ, അതെല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ ഓരോ സെഗ്മെൻറ്റിനും സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലിക്ട്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഇനി ഡേറ്റ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ആൾ ചെയ്ത റിസൾട്ടിനെ വേറൊരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ദീസ് കോൺഫ്ലിക്ട്സ് അറൈസ് വെൻ ആൻ ഇൻസ്ട്രക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ റിസൾട്ട് ഓഫ് എ പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ ബട്ട് ദിസ് റിസൾട്ട് ഈസ് നോട്ട് യെറ്റ് അവൈലബിൾ. അപ്പോൾ ഒരാൾ കാര്യം ചെയ്തതിന് ശേഷം
നെക്സ്റ്റ് വൺ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാൻഡ്വിച്ച് മേക്ക് ചെയ്യുന്ന സമയത്ത് ഒരാളെ വെജീസ് എല്ലാം കട്ട് ചെയ്ത് ബ്രെഡ് സ്പ്രെഡ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല നമുക്കതിനെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ സാൻഡ്വിച്ചായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഡിലേ വരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വെജീസ് കട്ട് ചെയ്യുന്ന ആൾക്ക് ഡിലേ വരുവാണെങ്കിൽ അത് അസംബിൾ ചെയ്ത് ഒരു സാൻഡ്വിച്ച് ആക്കി മാറ്റുന്ന സ്റ്റേജിനകത്ത് അതിനനുസരിച്ചുള്ള ഡിലേ ഉണ്ടാവും, അല്ലെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട് അവിടെ. ഒരാളിൽ തരുന്ന റിസൾട്ടിന് വേണ്ടിയിട്ടാണ് വേറൊരു സെഗ്മെൻറ്റ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റ് വരുന്ന സമയത്ത് ഡേറ്റയ്ക്ക് ഡിപ്പെൻഡൻസി ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ബ്രാഞ്ച് ഡിഫറൻസ്. ഓക്കെ, ദേ അറൈസ് ഫ്രം ബ്രാഞ്ച് ആൻഡ് അതർ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ചേഞ്ച് ദ വാല്യൂ ഓഫ് പി സി. ഇപ്പോൾ പി സിയുടെ അപ്ഡേഷൻസ് നടക്കുന്നത് എവിടെയാണ്? നമുക്ക് നോർമലി ഇൻട്രപ്റ്റ്സ് വരുന്ന സമയത്തും ബ്രാഞ്ച് വരുന്ന സമയത്തുമാണ്. സോ ബ്രാഞ്ച് വരുന്ന സമയത്ത് വരുന്ന അപ്ഡേറ്റ്സ് നമ്മൾ പ്രോപ്പറായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പൈപ്പ് ലൈൻ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത്. പി സി കോൺഫ്ലിക്ട്സ് വരാം, അതായത് പി സിയുടെ അപ്ഡേഷനിൽ വരുന്ന കോൺഫ്ലിക്ട്സ് വരാം, ദെൻ ഡേറ്റയ്ക്ക് ഡിപ്പെൻഡൻസീസ് വരാം, ദെൻ റിസോഴ്സ് കോൺഫ്ലിക്ട്സ് വരാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പഠിക്കാം. നമുക്കൊരു എസ്സേ ആയിട്ട് തന്നെ ഫുൾ ഓൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റൻ ആണ്. പെട്ടെന്ന് പഠിച്ച് തീരാം. ഏറ്റവും എളുപ്പമാണ്. നമ്മൾ പഠിച്ച കോൺസെപ്റ്റ്സ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് നോക്കുക.